ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് സ്പ്രെഡ് സ്പെക്ട്രം ലാൻ ആണ്. നമുക്കറിയാം സ്പ്രെഡ് സ്പെക്ട്രം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽസ് ഓഫ് സ്പെസിഫിക് ഫ്രീക്വൻസീസ് ഓർ വാരിയഡ് സ്ലൈറ്റ്ലി ടു ഒബ്റ്റെയിൻ ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത്. അതായത് നമ്മളിപ്പോൾ സ്പ്രെഡ് സ്പെക്ട്രത്തിൽ എന്താണ് ഫ്രീക്വൻസി സിഗ്നൽസ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേരിയസ് ഫ്രീക്വൻസീസ് ഉള്ള സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് എന്താണ് ഓൾറെഡി ഉള്ള സിഗ്നലിനേക്കാളും കുറച്ചും കൂടി ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത് ഉള്ളതാക്കിയിട്ട് മാറ്റുകയാണ് ഈ ഒരു സ്പ്രെഡ് സ്പെക്ട്രത്തിൽ ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി ഉള്ള ബാൻഡ് വിഡ്ത്തിനേക്കാളും കുറച്ച് വേരിയേഷൻസ് അല്ലെങ്കിൽ ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്താണ് ഇതിൽ നമ്മൾ പാസ് ചെയ്യുന്നത്. Then now spread spectrum technology is widely used in radio signal transmission. റേഡിയോ സിഗ്നൽ ട്രാൻസ്മിഷനിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് എക്സ്ട്രാ നോയ്സസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതർ സിഗ്നൽ ഇഷ്യൂസിനൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ റീസൺസ് ടു യൂസ് സ്പ്രെഡ് സ്പെക്ട്രം. എന്തൊക്കെയാണ് ഇത് യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ? എന്താണ്? നമുക്ക് ഈ സിഗ്നൽസ്, അതായത് സ്പ്രെഡ് സ്പെക്ട്രം സിഗ്നൽസ് എന്താണ്, വൈഡ് റേഞ്ചിൽ ഫ്രീക്വൻസീസ് ഓഫ് റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കളക്റ്റഡ് റിസീവ്ഡ് ബാക്ക് ടു ദ റിസീവർ. അതായത് റിസീവറിലേക്ക് അത്രയും റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അത്രയും വൈഡായിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ അത് റിസീവ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നത് എന്താണ്, റിസീവറിലേക്കാണ്. അപ്പോൾ അത്രയും ഒരു എന്താണ് വൈഡ് റേഞ്ച് ഇതിന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഇനീഷ്യലി ദ സ്പ്രെഡ് സ്പെക്ട്രം വാസ് അഡാപ്റ്റഡ് ഇൻ മിലിറ്ററി ആപ്ലിക്കേഷൻസ്. മിലിറ്ററി ആപ്ലിക്കേഷൻസിലൊക്കെ ഈ ഒരു സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ജാമിങ്, നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ ജാമിങ്ങും കാര്യങ്ങളൊക്കെ വരാം, അതൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മിലിറ്ററി പർപ്പസിൽ ഈ ഒരു സ്പ്രെഡ് സ്പെക്ട്രം യൂസ് ചെയ്യുന്നത്. Then now this is also used in commercial wireless communication. Commercial wireless communicationലൊക്കെ എന്താണ് ഇന്ന് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Then it is most preferred because of its useful bandwidth utilization ability. നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാൻ കാരണം എന്താണ്, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് യൂസ്. നമുക്ക് എന്താണ് നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ യൂസേജസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റിൽ പറയുന്നത്. ഒരുപാട് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ ആണ് സെക്യൂർ മീഡിയം കമ്മ്യൂണിക്കേഷനാണ്. അതായത് സെക്യൂർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ദെൻ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ഓഫ് നാച്ചുറൽ ഇൻ്റർഫിയറൻസ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും മഴ കാര്യങ്ങളൊക്കെ, അതായത് നാച്ചുറൽ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് നേരിട്ട് വന്നാൽ അതൊക്കെ നമ്മൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോയ്സ് ജാമിങ്ങും കാര്യങ്ങളൊക്കെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ക്യാൻ limit the power flux density. Power flux density means അത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ടേമാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, അത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ഇനേബിൾ മൾട്ടിപ്പിൾ ആക്സസ് കമ്മ്യൂണിക്കേഷൻ. ഇതിനെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൾട്ടിപ്പിൾ ആക്സസ് കമ്മ്യൂണിക്കേഷൻസ് ഇതെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ പേർക്ക് ആക്സസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്പ്രെഡ് സ്പെക്ട്രം. ഈ സ്പ്രെഡ് സ്പെക്ട്രത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ FHSS, ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം ആൻഡ് ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം. എന്താ ഫ്രീക്വൻസ് ഹോപ്പിംഗ്? ഫ്രീക്വൻസ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, allows us to utilize bandwidth properly and maximum. നമ്മളുടെ യൂസ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, അതായത് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ യൂസ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് നല്ല പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ FHSSൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ ദിസ് ടെക്നിക്സ് ഓൾ അവൈലബിൾ ബാൻഡ് വിഡ്ത്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു മെനി ചാനൽസ്. ഈ ഒരു FHSSൽ എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ അവൈലബിൾ ബാൻഡ് വിഡ്ത്തിനെ എന്താണ് ഒരുപാട് ചാനൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സ്പ്രെഡ് ബിറ്റ്വീൻ ചാനൽസ് അറേഞ്ച്ഡ് കണ്ടിന്യൂസ്ലി. അതെന്താണ്, അവർ ആ ഒരു ചാനൽസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ഫ്രീക്വൻസി സ്ലോട്ട്സ് ഒക്കെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോ ചാനൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ദെയർ ഒക്യുപ്പസി. ഒക്യുപ്പസി മീൻസ് അവർ ആ ഒരു
അവർ എടുക്കുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒക്യുപ്പസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് റിസീവേഴ്സ് കീപ്പ് ഓൺ ഹോപ്പിംഗ് ഓൺ ചാനൽസ് അവൈലബിൾ ഫോർ എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം ഇൻ മില്ലി സെക്കൻഡ്സ്. അപ്പോൾ ഈ നമ്മൾ ഈ ചാനലിലൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അതായത് കുറച്ച് ഡിവിഷൻ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിലുള്ള ചാനൽസിനെ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്തിനെ ഒരുപാട് ചാനൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിസീവറും ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ എന്താണ് ഈ ഒരു ഏത് ചാനലാണ് അവൈലബിൾ ആവുക എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിതിൽ കാണാൻ പറ്റും ഫ്രീക്വൻസി ഡിവിഷനും ടൈം ഡിവിഷൻ. നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ആൻഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ഒക്കെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലുള്ള ഈ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് അതുപോലെ തന്നെ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് നമുക്ക് ഈ ഒരു FHSSൽ കാണാൻ പറ്റും. എങ്ങനെ, നമ്മളിപ്പോൾ ഫ്രീക്വൻസീനെ എന്താണ് ഒരുപാട് ചാനൽസ് ആക്കിയിട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് റിസീവറും ട്രാൻസ്മിറ്ററും ഒക്കെ എന്താണ് അവൈലബിൾ ചാനലിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാണ്, കുറച്ച് ടൈം അല്ലെങ്കിൽ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഡിവിഷൻ ആൻഡ് ഫ്രീക്വൻസി ഡിവിഷൻ എന്താണ് നമുക്ക് ഈ ഒരു FHSSൽ കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഡയറക്റ്റ് സീക്വൻസ് സ്പ്രെഡ് സ്പെക്ട്രം രണ്ടാമത്തെയാണ്, DSSS എന്ന് പറയും. ഇതിലെന്താണ് മോഡുലേഷൻ ടെക്നിക്ക് പ്രൈമർലി യൂസ്ഡ് ടു റെഡ്യൂസ് ഓവറോൾ സിഗ്നൽ ഇൻ്റർഫിയറൻസ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ മോഡുലേഷൻ ടെക്നിക്കാണ് ഇതിലെന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സിഗ്നൽ ഇൻ്റർഫിയറൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Then the direct sequence spread spectrum modulation makes the transmitted signal wider in bandwidth than the information bandwidth. അതായത് ഇതെന്താണ് വൈഡ് റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നത്. ദെൻ ദ മെസ്സേജസ്, ഇതിലൂടെ പാസ് ചെയ്യുന്ന മെസ്സേജസിനെ മോഡുലേറ്റഡ് ബൈ എ ബിറ്റ് സീക്വൻസ് പ്രോസസ്സിംഗ്. അതായത് അത് പാസ് ചെയ്യുന്നതിനെ നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് ബിറ്റ് സീക്വൻസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനെ നോൺ ആസ് സ്പ്രെഡിങ് സീക്വൻസ് എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, DSSൽ മെസ്സേജസ് ഒക്കെ എന്താണ് മോഡുലേറ്റ് ചെയ്യുന്നത് ബിറ്റ് സീക്വൻസ് പ്രോസസ്സ് വെച്ചിട്ടാണ്, അതിനെ സ്പ്രെഡ് സീക്വൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്പ്രെഡ് സീക്വൻസിനെ ഓൾസോ നോൺ ആസ് ചിപ്പ് എന്നും കൂടെ പറയുന്നുണ്ട്. Then it has a much shorter duration than the original message bits. അതായത് നമ്മൾ സാധാ ഒറിജിനൽ മെസ്സേജ് പാസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഷോർട്ടർ ഡ്യൂറേഷനാണ് എന്തിനുള്ളത്, ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന മെസ്സേജിനുള്ളത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻ. ഇതെന്താണ്? മൈക്രോവേവ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? നോട്ട് റിയലി എ ലാൻ ടെക്നോളജി, നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ടെക്നോളജിയിൽ വരുന്നൊരു ഇതല്ല ഈ ഒരു മൈക്രോവേവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിലെന്താണ് ദ മെയിൻ യൂസ് ഈസ് ടു ഇൻ്റർ കണക്ട് ലാൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ്. നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബിൽഡിങ്സിലുള്ള ലാൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ്സ് മെയിൻ യൂസ് ഈസ് ടു ഇൻ്റർ കണക്ട്സ് ലാൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ്. ദെൻ ദിസ് റിക്വയർസ് മൈക്രോവേവ് ഡിഷസ് ഓൺ ബോത്ത് എൻഡ്സ് ഓഫ് ദ ലിങ്ക്. അതായത് നമ്മളിപ്പോൾ എവിടുന്ന് എങ്ങോട്ടേക്കാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ രണ്ട് സ്ഥലത്തും എന്ത് വേണം? മൈക്രോവേവ് ഡിഷസ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. ഈ ഒരു ഡിഷസ് എന്ത് രീതിയിലായിരിക്കണം? ലൈൻ ഓഫ് സൈറ്റിലായിരിക്കണം. ടു കളക്ട് മൈക്രോവേവ് സിഗ്നൽസ്, മൈക്രോവേവ് സിഗ്നൽസിനെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിഷസ് എന്ത് പൊസിഷനിലാണ്? ലൈൻ ഓഫ് സൈറ്റ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ലൈൻ ഓഫ് സൈറ്റ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷനിലേറ്റ് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ അത് രണ്ടും ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഒരു രീതിയിലായിരിക്കണം ഡിഷസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. Then the microwave is used to bypass the telephone company when connecting lines between buildings. നമ്മുടെ ബിൽഡിങ്സിലെ ലാൻസ് കണക്ഷൻ അല്ലെങ്കിൽ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോവേവ് ലാൻസ് യൂസ് ചെയ്യുന്നത്. മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോവേവ് ടെക്നോളജി ഈസ് ദാറ്റ് ദ ഫ്രീക്വൻസി ബാൻഡ് യൂസ്ഡ് റിക്വയർസ് ലൈസൻസിങ് ബൈ FCC. നമ്മുടെ ഒരു ലൈസൻസിങ് ആണ് FCC എന്ന് പറയുന്നത്. അവരുടെ ലൈസൻസിങ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇത് നമുക്ക് വേണം. ഈ ഒരു എന്താണ് നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ലൈസൻസ് വൺസ് ഗ്രാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ ഒരു 17.5 മൈൽ റേഡിയസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ലൈസൻസിങ് വേറെ ആൾക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് എന്തിനുണ്ട്, ഈ ഒരു ലൈസൻസിങ്ങിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.